അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിന് വാക്കുകളിലൂടെയല്ല പ്രവൃത്തിയിലൂടെയാണ് നരേന്ദ്രമോദി മറുപടി നൽകുന്നത്. അതായത് ഷാങ്ഹായ് ഉച്ചകോടിയിൽ പുടിൻ 10 മിനിറ്റോളം മോദിയെ കാത്തിരിക്കുന്നു. ഒരേ കാറിൽ രണ്ടുപേരും 45 മിനിറ്റോളം സഞ്ചരിക്കുന്നു അല്ലെങ്കിൽ സംസാരിക്കുന്നു. ഇതൊക്കെ ട്രംപിനുള്ള ഇന്ത്യയുടെ മറുപടിയാണ്. എന്താണ് അതൊരു അസാധാരണമായ ആ ഒരു കൂടിക്കാഴ്ചയെ നമ്മൾ എങ്ങനെയാ കാണേണ്ടത്? ഇക്കാര്യത്തിൽ ട്രംപിന് പലതവണ പല രീതിയിൽ ഇന്ത്യ മറുപടി കൊടുത്തിട്ടുണ്ട്. ആദ്യത്തെ മറുപടി കൊടുത്തത് മറ്റേ G7 ഉച്ചകോടിക്ക് പ്രധാനമന്ത്രി കാനഡയിൽ ചെന്നപ്പോൾ അവിടെ ട്രംപിനെ നേരിൽ കാണാനായിട്ടായിരുന്നു പദ്ധതി. പക്ഷേ പ്രധാനമന്ത്രി അവിടെ എത്തുന്നതിന് മുമ്പ് ട്രംപ് അമേരിക്കയിലേക്ക് പോയിരുന്നു. അപ്പോൾ ഫോണിൽ വിളിച്ച് ഏതാണ്ട് 45 മിനിറ്റോളം രണ്ട് നേതാക്കൾ സംസാരിച്ചു. ആ സമയത്ത് ട്രംപ് മോദിയോട് ഒരു അഭ്യർത്ഥന രൂപേണ പറഞ്ഞു, പാകിസ്ഥാനൊക്കെ എനിക്ക് വേണ്ടിയിട്ട് നോബൽ സമ്മാനം ശുപാർശ ചെയ്യുന്നുണ്ട് കേട്ടോ എന്ന രീതിയിലൊക്കെ പറഞ്ഞു. അപ്പൊ തന്നെ അതിനുള്ള മറുപടി ഇന്ത്യ കൊടുത്തു. ഈ കാര്യത്തിൽ നിങ്ങൾക്ക് എന്താണ് റോൾ എന്ന് പ്രധാനമന്ത്രി ചോദിച്ചു. കാര്യം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള പ്രശ്നം ഞങ്ങൾ തമ്മിൽ പരിഹരിച്ചതാണ്. ഞങ്ങളുടെ സൈനിക മേധാവികളാണ് ആ കാര്യത്തിൽ ഡീലുണ്ടാക്കിയത്. ഒരു ഒത്തുതീർപ്പ് ധാരണ ഉണ്ടാക്കിയത് ഞങ്ങളുടെ സൈനിക മേധാവികളാണ്. അതിലൊരു മൂന്നാമതൊരാളില്ല. അത് കൃത്യമായി ഇന്ത്യയുടെ പ്രധാനമന്ത്രി ട്രംപിനോട് പറഞ്ഞതാണ്. അക്കാര്യം ഇന്ത്യയുടെ അത് മോദി ഇങ്ങനെ പറഞ്ഞതായിട്ട് മോദി ഒരു വേദിയിലും പറഞ്ഞിട്ടില്ല. പക്ഷേ ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രാലയ വക്താവ് ഇക്കാര്യം എന്താണ് പ്രധാനമന്ത്രി ട്രംപിനോട് പറഞ്ഞത് എന്നുള്ളത് ഔദ്യോഗികമായിട്ട് വാർത്താക്കുറിപ്പ് ഇറക്കിയതാണ്, അല്ലെങ്കിൽ പത്രസമ്മേളനത്തിൽ വിശദീകരിച്ചതാണ്. അപ്പോൾ ആ ഒരു മറുപടി അവിടെ ഒന്ന് നിൽക്കുന്നു. പിന്നെ ട്രംപ് ഇന്ത്യയോട് ആവർത്തിച്ച് നിലപാടെടുക്കുന്നു, ഇന്ത്യക്കെതിരെ ആവർത്തിച്ച് നിലപാടെടുക്കുന്നു. ഇന്ത്യ റഷ്യയിൽ നിന്ന് ക്രൂഡ് ഓയിൽ വാങ്ങുന്നു, അങ്ങനെ കൊള്ള ലാഭം സമ്പാദിക്കുന്നു. യൂറോപ്യൻ രാജ്യങ്ങൾക്ക് ഈ ക്രൂഡ് ഓയിൽ സംസ്കരിച്ച് മറിച്ച് വിൽക്കുക വഴി കൊള്ള ലാഭം ഉണ്ടാക്കുന്നു. അതുമാത്രമല്ല, റഷ്യ എന്ന് പറയുന്ന വാർ മെഷീന്, യുദ്ധ മെഷീന് കൊടുക്കുന്ന ഇന്ധനമാണ് ഇന്ത്യ അവിടെ നിന്ന് എണ്ണ വാങ്ങുന്നതിലൂടെ കിട്ടുന്ന പണം എന്നാണ് അമേരിക്കയുടെ ആരോപണം. അപ്പോൾ ഇക്കാര്യത്തിലും വലിയ രീതിയിൽ ഇന്ത്യയെ സമ്മർദ്ദത്തിലാക്കി റഷ്യക്കെതിരെ അല്ലെങ്കിൽ റഷ്യൻ ഓയിൽ വാങ്ങുന്നതിനെതിരെ നികുതി പ്രഖ്യാപിക്കുന്നതിലൂടെ ഇന്ത്യയെ സമ്മർദ്ദത്തിലാക്കുക, അതുവഴി റഷ്യയെ വരുതിയിൽ നിർത്തുക എന്നുള്ളതായിരുന്നു ട്രംപിൻ്റെ ഉദ്ദേശം. പക്ഷേ ഇത് നേരെ തിരിച്ച് ബൂമറാങ് ആകുകയാണ് ചെയ്തത്. റഷ്യ വരുതിയിൽ വന്നതുമില്ല, ഇന്ത്യ കയ്യിൽ നിന്ന് പോവുകയും ചെയ്തു എന്നുള്ളൊരവസ്ഥയിലാണ് ഇപ്പോൾ ട്രംപ് ഉള്ളത്. അപ്പോൾ ഇതിന് ശേഷം രണ്ടാമതും ഇന്ത്യയുടെ മറുപടി, ഇങ്ങനെ കടുത്തൊരു നിലപാട് ട്രംപ് എടുത്തപ്പോൾ ട്രംപ് കരുതിയത് ഇന്ത്യ താണ് വീണ് കേണ് ട്രംപിൻ്റെ പുറകെ ചെല്ലുമെന്നുള്ളതാണ്. പക്ഷേ നമ്മളപ്പോൾ നേരെ തന്നെ വ്ളാഡിമിർ പുടിൻ നേരെ അമേരിക്കയിലോട്ട് ചെല്ലുകയാണ്. പക്ഷേ അങ്ങോട്ട് പോകുന്നതിന് മുൻപ് പുടിൻ വിളിച്ച് സംസാരിച്ചത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോടാണ്. അതിനുശേഷം ട്രംപുമായിട്ടുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം അതിനുശേഷം ഒരു 3 ദിവസം കഴിഞ്ഞ് എന്താണ് അവിടെ നടന്നത്, എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞു എന്നുള്ള കാര്യം പുടിൻ തന്നെയാണ് വിളിച്ച് മോദിയെ അറിയിക്കുന്നത്. അപ്പോൾ ട്രംപിനുള്ള രണ്ടാമത്തെ മറുപടിയായി. ഇനി ഇതിൽ കൂടുതലൊന്നും ഇന്ത്യ ഒരു കാരണവശാലും മയപ്പെടില്ല, തൻ്റെ വരുതിക്ക് വരില്ല എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് ബോധ്യപ്പെട്ടു. ചില ലക്ഷണങ്ങളിലൂടെ ട്രംപിന് ബോധ്യപ്പെട്ടു. ഇനി ആ ലക്ഷണങ്ങൾ അത് ഒരു ദൃശ്യരൂപേണ എങ്ങനെയാകും എന്നുള്ളതിൻ്റെ ഒരു പ്രതീകമാണ്, അല്ലെങ്കിൽ ഒരു കാഴ്ചയാണ് ഷാങ്ഹായ് ഉച്ചകോടിക്കിടെ നടന്നത്. അവിടെ ചെല്ലുന്നതിന് മുൻപ് തന്നെ, ആ ഉച്ചകോടി തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ട്രംപും പുടിനുമായിട്ട് കണ്ടുമുട്ടുന്നുണ്ട്. രണ്ടുപേരും ഹസ്തദാനം ചെയ്യുന്നു, കെട്ടിപ്പിടിക്കുന്നുണ്ട്. എന്നിട്ട് നരേന്ദ്രമോദി അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ട് വഴി ഒരു പോസ്റ്റ് ഇട്ടു, ആ 2 ചിത്രങ്ങളും പങ്കുവച്ചു. എന്നിട്ട് പറയുന്നത്, ഇതൊരു ഡിലൈറ്റ്ഫുൾ, ഇദ്ദേഹത്തെ കാണുന്നത് എപ്പോഴും എനിക്ക് വളരെ സന്തോഷം തരുന്ന, ആശ്ചര്യം തരുന്ന ഒരു സംഗതിയാണ് പുടിനുമായിട്ടുള്ള കൂടിക്കാഴ്ച എന്നുള്ളതാണ്. അപ്പോൾ ഒന്നാലോചിക്കുക, ഇത്രയും വലിയ, അതായത് റഷ്യയിൽ നിന്ന് ക്രൂഡ് ഓയിൽ വാങ്ങുന്നതിൻ്റെ പേരിലാണ് ഇന്ത്യ ഇത്രയും വലിയ ഒരു പ്രശ്നത്തിൻ്റെ നടുക്ക് നിൽക്കുന്നത്. അപ്പോൾ പോലും പുടിനുമായിട്ടുള്ള കാഴ്ച എനിക്ക് വളരെ സന്തോഷം നൽകുന്നതാണെന്നുള്ളൊരു സോഷ്യൽ മീഡിയ പോസ്റ്റ് മോദി പങ്കിടുകയാണ്. അതുകൊണ്ടും കഴിഞ്ഞില്ല. ഈ ഷാങ്ഹായ് ഉച്ചകോടി കഴിഞ്ഞതിന് ശേഷം പുടിൻ മോദിയെ അറിയിക്കുന്നു, നമുക്ക് ഒരുമിച്ച് പോകാം. കാര്യം ഈ 2 നേതാക്കളും തമ്മിലൊരു ചർച്ച, ഇപ്പോൾ ഒരു ലോക സമ്മേളനം നടക്കുമ്പോൾ ഇപ്പോൾ അവിടെ തന്നെ 20 ലോക നേതാക്കളുണ്ട്. അവർ പരസ്പരം ചർച്ച ചെയ്യുകയും കൂടിക്കാഴ്ച നടത്തുകയും ചെയ്യുക അതിൻ്റെ ഒരു നടപടിക്രമത്തിൻ്റെ ഭാഗമാണ്. അത്തരത്തിൽ ഇന്ത്യ റഷ്യ ഉഭയകക്ഷി ചർച്ച ഇതിനോടനുബന്ധിച്ച് നടക്കുന്നുണ്ട്. അതിൻ്റെ വേദി എന്ന് പറയുന്നത് റിറ്റ്സ് കാൾട്ടൺ എന്ന് പറയുന്ന ഒരു ഹോട്ടലിലാണ്. ഈ സമ്മേളനം നടക്കുന്ന ടിയാൻജിൻ എന്ന് പറയുന്ന സ്ഥലത്ത്, ഇവിടെ നിന്ന് ഏതാണ്ട് 45 മിനിറ്റോളം യാത്ര ചെയ്താണ് ഈ ഹോട്ടലിലേക്ക് എത്തേണ്ടത്. അപ്പോൾ പുടിൻ ട്രംപിനോട് പറയുന്നു, നമുക്ക് ഒരുമിച്ച് ഒരു കാറിൽ മോദിയോട്, അളിയ എൻ്റെ വണ്ടിയുണ്ട്, നമുക്ക് ഒരുമിച്ച് പോകാം എന്ന് പറഞ്ഞു. അല്ല, മോദിയോട് പറഞ്ഞു. പുടിൻ മോദിയോട് പറഞ്ഞു. നമ്മുടെ ഈ കല്യാണ വീട്ടിൽ കാണുന്ന ഒരു കാഴ്ച പോലെയാണ് അവിടുത്തെ ദൃശ്യങ്ങളൊക്കെ ഉണ്ട്. കാര്യം അടുത്ത സുഹൃത്തുക്കളൊക്കെ
കാണുമ്പോൾ കെട്ടിപ്പിടിക്കുക, വിശേഷം തിരക്ക് എല്ലാം നടക്കുമ്പോൾ ഈ കൂട്ടത്തിൽ കൂട്ടാൻ കൊള്ളല്ല, വീട്ടിൽ കയറ്റാൻ കൊള്ളാത്തവൻ ആ കൂട്ടത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ അവഗണിച്ച് നിർത്തുമല്ലോ എന്ന് പറയുന്നല്ല. ഒരാൾ അവിടെ എല്ലാത്തിനും മൂകസാക്ഷിയായിട്ട് നിൽപ്പുണ്ടായിരുന്നു, പാകിസ്ഥാന്റെ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ്. അപ്പോൾ ആ കൂട്ടത്തിൽ പുടിൻ മോദിയോട് പറഞ്ഞു, ഈ സമ്മേളനം കഴിഞ്ഞ് നമുക്ക് ഒരുമിച്ച്, എൻ്റെ കാറുണ്ട്, നമുക്ക് ഒരുമിച്ച് പോവാം, നമ്മുടെ ഹോട്ടൽ അവിടെ വെച്ചല്ലേ മീറ്റിംഗ്. ശരി, അപ്പോൾ മോദിക്ക് അവിടെ എന്തോ ഒരു അത്യാവശ്യം ഉണ്ടായിരുന്നു. ഒരു 10 മിനിറ്റോളം മോദി വൈകിക്കഴിഞ്ഞാണ് അങ്ങോട്ട് ചെല്ലുന്നത്. ആ ഒരു 10 മിനിറ്റ് പുടിൻ തൻ്റെ കാറിൽ കാത്തിരുന്നു മോദി വരുന്നതിന് വേണ്ടി. അതിനുശേഷം രണ്ടുപേരും കൂടി കാറിൽ 45 മിനിറ്റോളം സഞ്ചരിച്ചാണ് ഈ പറയുന്ന ഹോട്ടലിലേക്ക് എത്തിയത്. റിറ്റ്സ് കാർട്ടൽ എന്ന് പറയുന്ന ഹോട്ടലിലേക്ക് എത്തിയത് 45 മിനിറ്റ് യാത്ര ചെയ്താണ്. ഈ 45 മിനിറ്റ് സമയം ഈ രണ്ട് നേതാക്കളും കാറിൻ്റെ പിൻസീറ്റിലിരുന്ന് പല കാര്യങ്ങളെക്കുറിച്ചും ഉറപ്പായിട്ടും ചർച്ച ചെയ്തിട്ടുണ്ടാകും. എന്തെങ്കിലുമൊക്കെ ഏറ്റവും കുറഞ്ഞ പക്ഷം കളിച്ചിരി തമാശയെങ്കിലും പറഞ്ഞിട്ടുണ്ടാകും, അത് ഉറപ്പാണ്. പക്ഷേ ഇതൊക്കെ ഈ രണ്ട് നേതാക്കൾ തമ്മിലുള്ള ഒരു വ്യക്തിപരമായ സൗഹൃദം, അതിൻ്റെ ചില കാഴ്ചകൾ എന്നതിനപ്പുറം ഇതിന് നൽകുന്ന മാനം, ഈ ഒരു പ്രതിസന്ധി ഘട്ടത്തിലും ഇന്ത്യ റഷ്യക്കൊപ്പം നിൽക്കുന്നു. ട്രംപിൻ്റെ വെല്ലുവിളികൾക്ക് നമ്മൾ വിലയാണ് കൽപ്പിക്കുന്നത് എന്നുള്ള കൃത്യമായ ഒരു സന്ദേശം. രസകരം എന്തെന്നാൽ ഈ പുടിനുമായിട്ടും ഷീ ജിൻപിങ്ങുമായിട്ടും പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തുന്ന സൗഹൃദ ഇടപെടലുകൾ അല്ലെങ്കിൽ സംഭാഷണങ്ങൾ എല്ലാത്തിൻ്റെയും അപ്ഡേറ്റ് അപ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ട് വഴി ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ സോഷ്യൽ മീഡിയ അക്കൗണ്ട് എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് ഉണ്ട്, അദ്ദേഹത്തിൻ്റെ എക്സ് അക്കൗണ്ട് ഉണ്ട്. ഇതിൻ്റെയൊക്കെ സെർവറൊക്കെ ഇരിക്കുന്നത് അങ്ങ് അമേരിക്കയിലാണ്. ഇതൊരു അമേരിക്കൻ കമ്പനിയാണെന്നുള്ള എല്ലാവർക്കും അറിയാമല്ലോ, ഫേസ്ബുക്കും ട്വിറ്ററും ഒക്കെ. ഇലോൺ മസ്കിൻ്റെ ആണിപ്പോൾ ട്വിറ്റർ. അപ്പോൾ ആ ഒരു അമേരിക്കൻ കമ്പനിയുടെ അക്കൗണ്ട് വഴി ഇങ്ങനെ നിരന്തരമായി പോസ്റ്റ് ഇട്ട് കൊടുക്കുക വഴി ആ പോസ്റ്റുകൾക്ക് കീഴെ ട്രംപിന് വന്ന് ലൈക്ക് ചെയ്യാനുള്ള സുലഭ അവസരമാണ് സത്യത്തിൽ നരേന്ദ്രമോദി ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യ ഒരു കാരണവശാലും അമേരിക്കയുടെ ഈ ഈ വിലപേശൽ തന്ത്രം എന്ന് പറയാം, അല്ലെങ്കിൽ സമ്മർദ്ദ തന്ത്രം എന്നും വേണമെങ്കിൽ പറയാം, അതിന് വശമ്മതരായി നിന്നു കൊടുക്കാൻ തൽക്കാലം സൗകര്യമില്ല. ഇന്ത്യ നേരത്തെ തന്നെ അമേരിക്കയുടെ ഈ ഒരു ഇന്ത്യയുടെ നിലപാട് കൃത്യമായി അറിയിച്ചിരുന്നു. ഇന്ത്യ റഷ്യയിൽ നിന്ന് ഇന്ധനം വാങ്ങുന്നത് രാജ്യത്തിൻ്റെ സാമ്പത്തിക താല്പര്യങ്ങൾ മുൻനിർത്തിയാണ്, അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ ഇന്ധന സുരക്ഷിതത്വത്തെ കരുതിയാണ്. ആ കാര്യത്തിൽ ഇന്ത്യക്ക് യാതൊരുവിധ രാഷ്ട്രീയ താല്പര്യങ്ങളുമില്ല എന്നുള്ളതാണ്. അതുമാത്രമല്ല, ഇന്ത്യ അമേരിക്കയ്ക്കിട്ട് തന്നെ ഈ ആരോപണം തിരിച്ചു വെച്ച് കൊടുത്തിരുന്നു. കാരണം ഇത്തരത്തിൽ റഷ്യക്കെതിരെ ഉപരോധം പിൻവലിച്ചപ്പോൾ യൂറോപ്യൻ രാജ്യങ്ങൾക്ക് ഏറ്റവും ആക്സസ് ഉള്ള, ഏറ്റവും എളുപ്പം കിട്ടുന്ന ഒരു ക്രൂഡ് ഓയിൽ ശേഖരം റഷ്യയിൽ നിന്നുള്ളതായിരുന്നു. പക്ഷേ അവർക്ക് ഈ ഉപരോധത്തിൻ്റെ സാഹചര്യത്തിൽ അത് പറ്റിയില്ല. അപ്പോൾ ഇവർക്കിടയിലുള്ള റഷ്യയ്ക്കും യൂറോപ്യൻ രാജ്യങ്ങൾക്കും ഇടയിലുള്ള ഒരു കണ്ണിയായിട്ട് ഇന്ത്യ പ്രവർത്തിക്കുകയായിരുന്നു. അങ്ങനെ റഷ്യയിൽ നിന്ന് ക്രൂഡ് ഓയിൽ കിട്ടുന്നു, ഇന്ത്യ അതിവിടെ സംസ്കരിക്കുന്നു, ആ സംസ്കരിച്ച ശേഷം പെട്രോളും മറ്റു ഉൽപ്പന്നങ്ങളുമായിട്ട് യൂറോപ്യൻ രാജ്യങ്ങൾക്ക് കൊടുക്കുന്നു. അങ്ങനെ ഒരു ഇന്ധനക്ഷാമം ഇല്ലാണ്ടാക്കിയ ഒരു ചുമതല കൂടി ഇന്ത്യ വഹിക്കുന്നുണ്ടായിരുന്നു. ആ അർത്ഥത്തിൽ ഇന്ത്യയുടെ ഈ ഇടപെടലിനെ പിന്തുണച്ച ഒരു രാഷ്ട്രമാണ് അമേരിക്ക. അതുമാത്രമല്ല, ഈ കാര്യത്തിൽ ഇന്ത്യ റഷ്യയിൽ നിന്ന് ക്രൂഡ് ഓയിൽ വാങ്ങിക്കുന്നതാണല്ലോ ഇത്ര വലിയ അപരാധമായിട്ട് കാണുന്നത്. പക്ഷേ പല യൂറോപ്യൻ രാജ്യങ്ങൾ ഇപ്പോഴും റഷ്യയിൽ നിന്ന് ക്രൂഡ് ഓയിൽ വാങ്ങുന്നുണ്ട്. അമേരിക്ക പോലും റഷ്യയുമായിട്ട് ഇപ്പോഴും ചില കയറ്റുമതി ഇറക്കുമതി ഇടപാടുകൾ നടത്തുന്നുണ്ട് എന്ന് ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രാലയം കൃത്യമായിട്ട് അക്കമിട്ട് വിശദീകരിച്ചതാണ്. അപ്പോഴും ട്രംപ് അദ്ദേഹത്തിൻ്റെ എന്താണ് ഇത്തരം കടുത്ത നിലപാടുകൾക്ക് പിന്നിലുള്ള അദ്ദേഹത്തിൻ്റെ ചേതോവികാരമെന്ന് പിന്നീട് വാർത്തകളിൽ വന്നു. അദ്ദേഹത്തിന് നോബൽ സമ്മാനം കിട്ടണം, പ്രധാനമന്ത്രി നരേന്ദ്രമോദി അതിന് ശുപാർശ ചെയ്യണം. പക്ഷേ ഒരു കാരണവശാലും ഇന്ത്യ അതിന് സമ്മതിച്ചു കൊടുക്കില്ല. ആ ഒരു കൊതിക്കറിവ്, ആ ഒരു വ്യക്തിവൈരാഗ്യമാണ് യഥാർത്ഥത്തിൽ ട്രംപ് ഇപ്പോൾ സ്വീകരിക്കുന്നതിന് അതേ തൂക്കത്തിൽ, അതേ നാണയത്തിൽ ചില വാക്കുകളിലൂടെ, ചില പ്രവർത്തികളിലൂടെ, ചില സോഷ്യൽ മീഡിയ പോസ്റ്റുകളിലൂടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അങ്ങ് ചൈനയിൽ നിന്ന്.